ഐക്യസംഘത്തിൽ നിന്നും തുടങ്ങിയ ഏകതാ പരിശ്രമങ്ങൾ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനനായ അനസ് മൗലവിയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, മഹത്തായ ഈ സ്വലാഹ് നഗരിയിലേക്ക് എത്തിച്ചേർന്ന ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏകതാ പരിശ്രമങ്ങൾ ലോകത്തിന് മാതൃകയായി കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പരിശ്രമങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഈ സമയം വിനിയോഗിക്കേണ്ടത്. ഖുർആൻ പഠിപ്പിച്ചു തന്ന് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് നടന്നു നീങ്ങിയ ദുൽഖർനൈൻ എന്ന രാജാവ് ഒരു പ്രദേശത്തെത്തുകയും ആ പ്രദേശത്തെത്തിയ ആളുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ആ രാജാവിനോട് സൂചിപ്പിക്കുകയും ചെയ്തത് സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം. നിരന്തരമായി അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന യജൂജുകളിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ വേണം, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വൻമതിൽ സൃഷ്ടിച്ചു തരണം, കെട്ടിത്തരണമെന്ന് ദുൽഖർനൈൻ എന്ന കഴിവുള്ള ഭരണാധികാരിയോട് ആ നാട്ടുകാർ പറഞ്ഞപ്പോൾ, നിങ്ങളെല്ലാവരും നിങ്ങളാലാവുന്ന രൂപത്തിൽ എന്നെ സഹായിക്കണം, ഞാൻ നിങ്ങൾക്ക് ഒരു ഇരുമ്പ് കോട്ട നിർമ്മിച്ചു തരാം എന്നവരോട് പറഞ്ഞുകൊണ്ട് ഒരു വൻമതിൽ ഉണ്ടാക്കിക്കൊടുത്ത ദുൽഖർനൈൻ എന്ന ഭരണാധികാരി ആ നാടിനോട് കാണിച്ച ആത്മാർത്ഥത പോലെ, ആ നാട്ടിലുള്ള ജനങ്ങളോട് കാണിച്ച സേവനം പോലെ കേരളത്തിൻ്റെ മണ്ണിൽ മഹത്തായി ഈ ആദർശ പ്രസ്ഥാനം കടന്നു വന്നുകൊണ്ട് ചില വൻമതിലുകൾ സൃഷ്ടിച്ചു. കേരള സമൂഹത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന ചില യജൂജുകൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ടായിരുന്നു. ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട്, ഈ സമൂഹത്തിൻ്റെ ഐക്യശക്തിയെ നശിപ്പിച്ചുകൊണ്ട്, അടിസ്ഥാനപരമായി തന്നെ മുസ്ലിം ഉമ്മത്തിനെ ചേരികളാക്കി നിർത്തിയിരുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചിരുന്ന പുരോഹിതന്മാർ വിശ്വാസപരമായി തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ഐക്യപ്പെടാൻ കഴിയാത്ത ഒരു കാലഘട്ടം മഹല്ലുകളിലെ ബൈലകളിൽ പോലും രേഖപ്പെടുത്തിയത് ഒന്നുകിൽ ഈ മഹല്ലിലുള്ളവൻ അശ്അരിയാകണം, അല്ലെങ്കിൽ മാതുരീദിയാകണം എന്നാണ്. എന്താണ് അശ്അരി എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയുമായിരുന്നില്ല. എന്താണ് ഈ മാതുരീദി എന്നത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയുമായിരുന്നില്ല. അവർ മനസ്സുകൊണ്ട് വിശ്വസിച്ചു ഞാൻ അശ്അരിയാണ്, മറ്റവൻ വിശ്വസിച്ചു ഞാൻ മാതുരീദിയാണ്. വിശ്വാസപരമായി ഭിന്നിപ്പിച്ചു എന്ന് മാത്രമല്ല, കർമ്മമണ്ഡലത്തിൽ ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ ഒന്നാമത്തെ സഫിൽ അണിനിരന്ന നാലാളുകൾ അവർ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മയെ കർമ്മരംഗത്ത് നാലായി വിഭജിച്ചു. ഒന്നുകിൽ ഷാഫി, അല്ലെങ്കിൽ ഹനഫി, അല്ലെങ്കിൽ മാലിക്കി, അല്ലെങ്കിൽ അതേ ഹംബലി. ഈ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഈ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനെ വർഗീകരിച്ച, വിഭജിച്ച ഒരു കാലഘട്ടം. ഒരു ഹനഫിയായ മനുഷ്യനെ ഷാഫി മദ്ഹബുകാരനെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരാൾ ഇമാമത്ത് നിന്നാൽ ഷാഫി മദ്ഹബുകാരന് ഹനഫിയെ തുറന്ന് നമസ്കരിക്കാൻ പറ്റാത്ത വിധം മുസ്ലിം ഉമ്മത്ത് വർഗീകരിക്കപ്പെട്ടു എന്നതിന് പുറമെ നാട്ടിൽ കടന്നു വന്ന 100,000 തരീഖത്ത് പ്രസ്ഥാനങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ വീണ്ടും വിഭജിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു തരത്തിലും മുസ്ലിം ഉമ്മയുടെ ഐക്യം, ഏകത, ഒത്തൊരുമ എന്നത് അസാധ്യമായിരുന്നു. അതിനു പുറമെ ഈ ഉമ്മയുടെ, ഈ സമുദായത്തിൻ്റെ ചിന്തയെ മുരടിപ്പിച്ചുകൊണ്ട്, അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നിഷേധിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പിന്നോട്ട് വലിക്കുമ്പോഴാണ് നമുക്കറിയാം കേരളത്തിൻ്റെ മണ്ണിലേക്ക് നവോത്ഥാനത്തിൻ്റെ ചിന്ത കടന്നു വരുന്നത്. മാറ്റത്തിൻ്റെ ശബ്ദവുമായി പണ്ഡിതന്മാർ കടന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ
കേരള സമൂഹത്തിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് കടന്നു വന്ന അതേ മൗലാന ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ പോലെ, ഷെയ്ഖ് ഹമദാനി തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ കേരള സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി പണിയെടുത്തത്. ആ പരിശ്രമം ഒരു സൂര്യോദയമായിരുന്നു കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം. ആ സൂര്യോദയം കേരള മണ്ണിന്, ഈ ഇരുണ്ട ഭൂമിക്ക് വലിയ പ്രകാശം നൽകി എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അതേ ആ പരിശ്രമങ്ങൾ പിന്നീട് പല നിലക്കും കേരള മണ്ണിനെ സ്വാധീനിച്ചു. അവസാനം അതേ കേരള മുസ്ലിം ഐക്യസംഘമായി അത് കടന്നു വരുമ്പോൾ കേരള സമൂഹത്തിന്റെ ചരിത്രം ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു മാറ്റവും പ്രതീക്ഷിക്കാതെ, ഒരു മാറ്റത്തിനും യാതൊരു തരത്തിലും സ്വപ്നം കാണുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട രൂപത്തിൽ കഴിഞ്ഞുകൂടിയ ഈ നാട്ടിലെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി മുസ്ലിം ഉമ്മത്ത് എടുത്തെറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ചിന്തിച്ച, ഈ സമൂഹത്തെ നയിച്ച നവോത്ഥാനത്തിന്റെ നായകന്മാർ ഒരു പുതിയ സമുദായത്തെ ഇവിടെ കെട്ടിപ്പടുക്കണമെന്നല്ല അവർ ആഗ്രഹിച്ചത്. ഞങ്ങൾക്കൊരു പുതിയ സമുദായം ഉണ്ടാക്കണമെന്നല്ല അവർ കൊതിച്ചത്. ഒരു മുജാഹിദ് സമുദായത്തെ ഇവിടെ വാർത്തെടുക്കണമെന്നല്ല നമ്മുടെ മുൻഗാമികൾ കൊതിച്ചത്, ആഗ്രഹിച്ചത്. നേരെ മറിച്ച് അവർ കണ്ടത് മുസ്ലിം ഉമ്മ, മുസ്ലിം സമൂഹം അവരെ മൊത്തത്തിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ കണ്ണ് ഈ മഹത്തായ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും, അവരേത് മതക്കാരനാകട്ടെ, ഏത് വിശ്വാസക്കാരനാകട്ടെ, ഏത് വർഗക്കാരനാകട്ടെ, ഏത് വർണ്ണക്കാരനാകട്ടെ, അവന്റെ പുരോഗതി, അവന്റെ മാറ്റം, അവന്റെ വളർച്ച, നാടിന്റെ വികസനം, നാടിന്റെ പുരോഗതി, നാടിന്റെ രാഷ്ട്രീയ മുന്നേറ്റം, ഈ നാടിന്റെ എല്ലാ നിലക്കുമുള്ള ഉയർച്ച ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മുസ്ലിം ഐക്യസംഘത്തിന്റെയും അതുവഴി രൂപപ്പെട്ടു വന്ന മഹത്തായ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നായകന്മാർ എന്നും ചിന്തിച്ചത് എന്നത് തിരിച്ചറിയുവാൻ മാന്യ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാകാതെ പോയ ഒരു ജനത ഇടക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നു എന്നത് ശരി തന്നെയാണ്. ഇന്നും നമുക്കറിയാം ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവർ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ നല്ല ഒരു സദസ്സിനെ ഞാൻ മലീമസമാക്കുന്നില്ല, ഒരു ചിന്ത അത് മോശമായ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. മാന്യ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത്, ആ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി ആഗ്രഹിക്കുകയും ആ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ച കൊതിക്കുകയും ചെയ്തുകൊണ്ട് വലിയ വിപ്ലവാത്മകമായ ഒരു ചിന്ത കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം, ഈ ആദർശ കൂട്ടായ്മ ഈ സമൂഹത്തിന്റെ മുന്നിൽ നടന്നു, മുസ്ലിം ഉമ്മയുടെ മുന്നിൽ നടന്നു. ഒരു പ്രസ്ഥാനമായി, ഒരു പ്രസ്ഥാനത്തിൽ അതേ ഒരു വിഭാഗമായി, ഒരു സമുദായമായി, ആ സമുദായത്തിന്റെ ഉള്ളിൽ മാത്രം കിടന്നുകറങ്ങേണ്ട ഒരു ജനവിഭാഗമാണ് മുജാഹിദുകൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന ധാരണ. ആ ധാരണ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ലോകത്തിന് നൽകിയിട്ടില്ല, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നൽകിയിട്ടില്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ ആദർശം സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യ ഈ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും ആളുകളെ വിളിച്ചതും ഈ സമൂഹത്തെ ഐക്യത്തിന്റെ, ഒരുമയുടെ, ഏകതയുടെ, അതുപോലെ സഹവർത്തിത്വത്തിന്റെ, സ്നേഹത്തിന്റെ, അതിലുപരി അജയ്യമായ ഒരു മുന്നേറ്റത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് എന്നത് മാന്യ സഹോദര ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വരുമ്പോൾ അക്കാലഘട്ടത്തിൽ മഹാനായ വക്കം മൗലവിയെ പോലെ, അതുപോലെ തന്നെ KM മൗലവിയെ പോലെ, അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച EK മൗലവിയെ പോലെ, MCC സഹോദരങ്ങളെ പോലെ കേരളത്തിന്റെ മണ്ണിൽ ചാലകമായി ഈ സമൂഹത്തിന്റെ നേതൃത്വമായി പ്രവർത്തിച്ച ആളുകളുടെ ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ചകളെ പിൽക്കാലഘട്ടത്തിൽ ചരിത്രമറിയുന്നവർ വിലയിരുത്തിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളല്ല, അതുപോലെ തന്നെ മുസ്ലിം ചരിത്രകാരന്മാരല്ല, മുജാഹിദ് ചരിത്രകാരന്മാരല്ല, നേരെ മറിച്ച് മാറി നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ മാറ്റത്തെ ശ്രവിച്ച മുഴുവൻ ആളുകളും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ, മുസ്ലിം ഐക്യസംഘത്തിന്റെ ഇടപെടൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ, ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ച നേതാക്കളുടെ ഇടപെടൽ നിഷ്പക്ഷമായി ഇവർ വായിച്ചിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ അതിന് നിരത്താൻ കഴിയും. ഞാൻ കൂടുതൽ നിരത്തുന്നില്ല, സമയം പരിമിതമാണ്. ഈ കേരളം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ, വലിയ സാഹിത്യകാരനായ, വായനാലോകത്തെ കുലപതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന PG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന P. ഗോവിന്ദപിള്ള, അദ്ദേഹം കേരള നവോത്ഥാനം, കേരള സമൂഹത്തിൽ നടന്നിട്ടുള്ള മൊത്തത്തിലുള്ള നവോത്ഥാനം, ആ നവോത്ഥാനത്തെ ക്രോഡീകരിച്ചുകൊണ്ട് 3 സഞ്ചികകളായി അദ്ദേഹം പുസ്തകം എഴുതിയപ്പോൾ അതിൽ കേരള നവോത്ഥാനത്തിന്റെ
രണ്ടാം സഞ്ചികയിൽ വളരെ കൃത്യമായി 1923 കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തെ നയിച്ച, ഈ പ്രസ്ഥാനത്തെ നയിച്ച, മുസ്ലിം ഉമ്മത്തിന്റെ മാറ്റത്തിന് കൊതിച്ച ഇതിന്റെ നേതാക്കൾ നടത്തിയ പരിശ്രമങ്ങളെ സംബന്ധിച്ച്, ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് 1923 മെയ് 5, 6 തീയതികളിൽ ചിറയൻകീഴ് വെച്ചുകൊണ്ട് ചേർന്ന ഒരു യോഗത്തിൽ നിർദ്ദേശിച്ച 12 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആ മാർഗനിർദ്ദേശക തത്വങ്ങൾ PG ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തെ നയിച്ച വക്കം മൗലവിയെ പോലെ കേരള മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി വർത്തിച്ച ആ മഹാരഥന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോ അവരുടെ ഉയർന്ന കാഴ്ചപ്പാട്, അവരുടെ ദീർഘവീക്ഷണം, അവർ ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി നടത്തിയ ചിന്തകൾ, ആ ചിന്തകളുടെ ഉദാഹരണമായി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇടവണ്ണക്ക് ആ ചിന്തയിൽ സ്വാധീനമുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൽ തന്നെ അക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ വക്കം മൗലവിയെ സ്വാധീനിച്ച മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ സ്വദേശിയായിരുന്ന അറക്കൽ മുഹമ്മദ് സാഹിബ്, ആ അറക്കൽ മുഹമ്മദ് സാഹിബ് വക്കം മൗലവിയുടെ ചിന്തയെ സ്വാധീനിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ഇടവണ്ണയുടെ മണ്ണിൽ ജാമിഅയുടെ തിരുമുറ്റത്ത് എഴുന്നേറ്റുകൊണ്ട് വക്കം മൗലവിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ കേരള മുസ്ലിം ഐക്യസംഘത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, നട്ടുച്ചയായി ഈ കേരള മണ്ണ് പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുണ്ട കേരളത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇടവണ്ണയിൽ ജീവിച്ച അതേ ഒരു വേള ലോകമറിയപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ബുദ്ധിജീവികളായ ചിന്തകന്മാരായ പുരോഗമനവാദം ഉൾക്കൊണ്ട ഈ സമൂഹത്തിന്റെ മാറ്റം, അതേ ആ മാറ്റത്തെ കൊതിച്ചുകൊണ്ട് ഉറക്കമണിച്ച ബഹുമാന്യനായ മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകളെ ഓർക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമാണ്. ഈ നിലക്ക് ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച ആളുകൾ 1923 മെയ് 5, 6 തീയതികളിൽ ചേർന്ന യോഗത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മയുടെ മാറ്റത്തിന് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ 12 നൽകുമ്പോൾ അതിൽ പറയുന്നത് കാണാം. ഓരോ മഹല്ലിലും അധിവസിക്കുന്ന മുസ്ലിങ്ങളുടെ വയസ്സ്, മതപരവും ലൗകികവുമായ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, വാണിജ്യ വ്യവസായ നില, കൃഷിഭൂമിയുടെ വിസ്തീർണം, വാർഷിക വരുമാനം മുതലായവ വെളിപ്പെടുത്തുന്ന സെൻസസ് എടുക്കുക. ഒന്നാമതായി ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മുസ്ലിം ഉമ്മത്ത് പുരോഗതിയുടെ പടവുകൾ അതിലൊന്നുപോലും ചവിട്ടാത്ത കാലഘട്ടത്തിൽ, ഇരുണ്ട ഒരു കേരളത്തിൽ വിറകുവെട്ടികളും വെള്ളം കോരികളുമായി മുസ്ലിം ഉമ്മത്ത് കഴിയുന്ന കാലഘട്ടത്തിൽ ഓരോ മഹലിന്റെയും സെൻസസ് എടുക്കണമെന്ന് നമ്മുടെ മുൻഗാമികൾ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ വലിയൊരു ചിന്തയുണ്ട്. ഇസ്ലാം ലോകത്തിന് സമർപ്പിക്കുന്ന വലിയൊരു വിപ്ലവത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് അതേ മുസ്ലിം ഉമ്മത്തിന്റെ ഉയർച്ച തന്നെയാണ്, വളർച്ച തന്നെയാണ്. എന്തിനാണ് സെൻസസ്? വർഗീകരിക്കാനാണോ? വിഭജിക്കാനാണോ? വെട്ടിമുറിക്കാനാണോ? ഒരിക്കലുമല്ല. ഓരോ മഹലിലും അധിവസിക്കുന്ന മുസ്ലിങ്ങളുടെ വയസ്സ്, അതുപോലെ മതപരവും ലൈംഗികവുമായ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, വാണിജ്യ വ്യവസായ നില, കൃഷിഭൂമിയുടെ വിസ്തീർണം, വാർഷിക വരുമാനം മുതലായവ കൃത്യമായി കണക്കെടുക്കണമെന്ന് നമ്മുടെ മുൻഗാമികൾ ആവശ്യപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച അതേ സാമ്പത്തിക രംഗത്തെ മാനവികത, ആ മാനവികതയുടെ നടത്തിപ്പിന് വേണ്ടിയാണ്. കൃത്യമായി സക്കാത്ത് കൊടുക്കണം. ഈ സമൂഹത്തിലെ മുതലാളിമാർ, ഈ സമൂഹത്തിലെ സമ്പന്നർ, ആ സമ്പന്നരിൽ മാത്രം സമ്പത്ത് ചുറ്റിത്തിരിയാതെ കൃത്യമായി ഓരോ സൊസൈറ്റിയിലും ജീവിക്കുന്ന സമ്പന്നരായ ആളുകൾ കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും ആ നാട്ടിലെ അശരണരായ പാവപ്പെട്ട യതീമുകളായ അനാഥകളായ വിധവകളായ ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ മഹലിലും കൃത്യമായി കാഴ്ചപ്പാടുള്ള നേതാക്കൾ ഉണ്ടാവുകയും ആ ഓരോ മഹലിന്റെയും പൂർണ്ണമായ മാറ്റം, ആ മാറ്റത്തിന് വേണ്ടിയുള്ള ഒന്നാം പടിയതായിരുന്നുവെന്നത് മാന്യ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 1000 മതസംഘടനകളുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ നാനോന്മുഖമായ പുരോഗതിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുണ്ട്. അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളായി സ്വയം ചമഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ഒരു മാർഗനിർദ്ദേശം ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം കേരള മണ്ണിൽ പറയാനുണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഈ സമൂഹം നടപ്പിലാക്കിയിട്ടില്ലാത്ത, മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തിട്ടില്ലാത്ത വലിയൊരു വിപ്ലവമാണത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ എത്ര വിധവകളുണ്ട് എന്ന്, എത്ര അനാഥകളുണ്ട് എന്ന്, എത്ര അശരണരുണ്ട് എന്ന്, എത്ര കടക്കാരുണ്ട് എന്ന്, എത്ര സമ്പന്നരുണ്ട് എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ ഇസ്ലാമിന്റെ ഭാഗമായി തന്നെ കൃത്യമായി
കോറിയിടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ആ രംഗത്തേക്കുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശം. രണ്ടാമത്, മുസ്ലിം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാലോചിത വിദ്യാഭ്യാസം നൽകുകയും അവരെ ഉപരിപഠനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 1923 മുസ്ലിം ഉമ്മത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പറഞ്ഞത് നമ്മുടെ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നല്ല, നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസം, ഈ മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസം നൽകുകയും അവരെ വളർച്ചയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാലോചിതമായ വിദ്യാഭ്യാസം നൽകണം, ഉപരിപഠനം കിട്ടണം, അതിനുള്ള പ്രോത്സാഹനം നൽകണം. മൂന്നാമതായി, പള്ളികളിൽ വിവാഹമോചനം, ജനനം, മരണം എന്നിവ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ സൂക്ഷിക്കുക. ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ അടിസ്ഥാനപരമായി അവർക്കുണ്ടാകേണ്ട അതേ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് കാലഘട്ടത്തിൽ നടക്കുന്നത്. മാത്രമല്ല, പള്ളിയുടെ പുനരുദ്ധാരണം നടത്തുന്നതോടൊപ്പം പള്ളിയോടനുബന്ധിച്ച മദ്രസ, ഗ്രന്ഥശാല, വായനശാല എന്നിവ സ്ഥാപിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് ആവശ്യമായ അവരുടെ വിജ്ഞാന വിപ്ലവം, അവർക്കിടയിൽ ഉണ്ടാകേണ്ട വിജ്ഞാന വിപ്ലവം, അത് സാധ്യമാകാൻ ഒരു പള്ളിയോടനുബന്ധിച്ച് ഒരു മദ്രസ ഉണ്ടാകണം. ഏത് കാലഘട്ടത്തിലാണ് മദ്രസ എന്ന സംവിധാനത്തെ തന്നെ തള്ളുന്ന ഒരു കാലഘട്ടത്തിൽ, വായന ഏടയലത്ത് പോലും കടന്നു ചെന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ മദ്രസകൾ ഉണ്ടാകണം. ഓരോ പള്ളിയോടനുബന്ധിച്ചും ഗ്രന്ഥശാലകൾ ഉണ്ടാകണം, അതുപോലെ തന്നെ വായനശാല ഉണ്ടാകണം എന്ന നിർദ്ദേശം ആ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, ആറാമതായി പറഞ്ഞത് പള്ളികളിൽ പുരോഗമനവാദികളും പണ്ഡിതന്മാരുമായ ഖത്തീബുമാരെ നിയോഗിക്കുക. ആ കാലത്തിന്റെ ചരിത്രം അറിയുന്നവർക്ക് ആ നിർദ്ദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. ഒരാൾ ഖാദിയായി അയാൾ മരിച്ചു പിരിയുമ്പോ അയാളുടെ മകൻ ഖാദിയായി പോരുന്ന ദുരന്തം, അതുപോലെ ഒരാൾ ഇമാമായി അയാൾ മരിച്ചു പിരിയുമ്പോ അയാളുടെ മകൻ ഇമാമായി വരുന്ന ദുരന്തം, വിവരമുള്ളവരെ, വിജ്ഞാനമുള്ളവരെ, അറിവുള്ളവരെ ഒരു രംഗത്തും കാണാതിരുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ നയിക്കേണ്ട ഖത്തീബുമാർ വിജ്ഞാനികളാകണം, അവർ ബുദ്ധിയുള്ളവരാകണം, അവർ ദീർഘവീക്ഷണമുള്ളവരാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പള്ളികളിൽ പുരോഗമനവാദികളും പണ്ഡിതന്മാരുമായ ഖത്തീബുമാരെ നിയോഗിക്കണമെന്ന് മാത്രമല്ല, ഏഴാമതായി 1923 അവരെടുത്ത തീരുമാനം, അവർ സമൂഹത്തിന് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഒന്ന്, പള്ളികളിൽ നടത്തുന്ന ഖുത്ബയും വിവാഹാവസരങ്ങളിലെ ഖുത്ബയും പ്രാർത്ഥനാ ഭാഗമൊഴികെ മലയാളത്തിൽ നടത്തുക. യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിന്റെ വിപ്ലവം എങ്ങനെ സാധിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ വെള്ളിയാഴ്ചകളും അള്ളാഹുവിന്റെ പള്ളി മിമ്പറുകളിൽ നിന്ന് കിട്ടുന്ന സാരോപദേശങ്ങളിലൂടെ മാറ്റമുണ്ടായി ഈ കേരളത്തിന്റെ മണ്ണിന്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു കാലഘട്ടത്തിൽ അത് സാധ്യമായത് വിപ്ലവകരമായ ഒരു ഇടപെടലിലൂടെയാണ്. അത് മതത്തെ മാറ്റിവെച്ചുകൊണ്ടായിരുന്നില്ല, നേരെ മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൽ നൽകിയ മാതൃക, പ്രവാചകന്റെ ഖുത്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളിയാഴ്ച 2 ഖുത്ബകൾ ഉണ്ടായിരുന്നു. ആ 2 ഖുത്ബകളുടെ പ്രത്യേകത, യജ്ലിസു ബൈനഹുമാ, 2 ഖുത്ബകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കും. ആ ഖുത്ബയിലാകട്ടെ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആനിന്റെ ആയത്തുകൾ ഓതി ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന വിപ്ലവകരമായ മാറ്റം കേരള സമൂഹത്തിൽ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് അതേ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇടപെടുകയാണ്. എട്ടാമതായി, അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ അനാചാരങ്ങൾ നിർത്തുക. മുസ്ലിം ഉമ്മത്തിന്റെ മാറ്റത്തിന് ആവശ്യമാണ്. അതെ, ഇരുണ്ട സമൂഹം, അന്ധവിശ്വാസത്തിൽ ഊട്ടപ്പെട്ട ഒരു സമൂഹത്തിന് മാറ്റം സാധ്യമല്ല. അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടറകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനതക്ക് മാറ്റം സാധ്യമല്ല, പുരോഗമനം സാധ്യമല്ല, വളർച്ച സാധ്യമല്ല. അതുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ ഉരുക്കുമുഷ്ടികളിൽ അകപ്പെട്ടു പോയ ജനതയെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ ജനങ്ങൾക്ക് മുന്നിൽ മാർഗനിർദ്ദേശം നൽകി. 9ാമതായി, മുസ്ലിങ്ങളെ ലൗകിക വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുവാൻ ഉതകും വിധം കൂടുതൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, സ്കൂളുകൾ സ്ഥാപിക്കുക. ഒരുപക്ഷേ ഇന്ന് ജാമിഅയുടെ തിരുമുറ്റത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്ഥാപനങ്ങളിലേക്ക് നോക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ്. ഇതുപോലെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിരവധി സ്ഥാപനങ്ങൾ കടന്നു വന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് യാതൊരു തരത്തിലും അവകാശപ്പെടുവാൻ ഒരു സ്ഥാപനവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഭൗതികമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അതുപോലെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അറബി അധ്യാപകരെ നിയമിക്കുക. ഈ അടിയന്തരാവശ്യങ്ങൾ നേടുന്നതിനായി അധികൃത സമക്ഷം നിവേദനങ്ങൾ സമർപ്പിക്കുക.
നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങളായിരുന്നില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവശ്യമായതായിരുന്നില്ല. നേരെ മറിച്ച് ഈ മുസ്ലിം ഉമ്മക്ക് ആവശ്യമായത്, മുസ്ലിം ഉമ്മയുടെ മാറ്റത്തിന് ആവശ്യമായത്, ഇവിടുത്തെ സമസ്തക്കാരനാകട്ടെ, അതുപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഐക്യസംഘത്തിന് പിന്നാലെ, കേരള മുജാഹിദിന് പിന്നാലെ കടന്നു വന്ന വ്യത്യസ്തങ്ങളായ ചേരികളായി രൂപപ്പെട്ടു വന്ന ഏത് കക്ഷികളിൽപ്പെട്ടവനായിരുന്നാലും അവർക്കെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ദീർഘദൃഷ്ടിയോടുകൂടി ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ചിന്തകളായിരുന്നു ഇത് എന്ന് മാന്യ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി പഠനം തന്നെ കലാലയങ്ങളിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. കലാലയങ്ങളുടെ പടിവാതിലുകൾ മുസ്ലിം ഉമ്മത്തിന് കൊട്ടിയടക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ വളരെ കൃത്യമായി വിവരമുള്ളവരാക്കാൻ, വിദ്യാഭ്യാസമുള്ളവരാക്കാൻ, അവരെ എഞ്ചിനീയർമാരാക്കാൻ, ഡോക്ടർമാരാക്കാൻ, IAS-കാരാക്കാൻ, IPS-കാരാക്കാൻ, അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനോട് കൂറുള്ളവരാക്കാൻ അറബി ഭാഷ എന്ന സംവിധാനത്തെ കലാലയങ്ങളിലേക്ക് കൊണ്ടുവരികയും അതുപോലെ അതിനുവേണ്ടി അധ്യാപകരെ നിയമിക്കുവാൻ വേണ്ടിയിട്ട് അത് സമൂഹത്തിൽ നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് അധികൃത സമക്ഷം നിവേദനങ്ങൾ സമർപ്പിക്കുവാനുള്ള നിർദ്ദേശം 1923 വെക്കുകയാണ്. പത്താമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, പത്താമതായി വെച്ച നിർദ്ദേശം മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാമ്പത്തിക ദുരിതവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനായി ഓരോ മഹലിലും സാഹചര്യങ്ങൾക്ക് യോജിച്ച കുടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുക. നിങ്ങൾ ചിന്തിക്കുക, ഒരു മഹലിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ, കൂട്ടത്തിൽ ദരിദ്രന്മാരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. ദാരിദ്ര്യം അടുപ്പിൽ കയറിയ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ ഉന്നമനം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന വക്കം മൗലവിയെ പോലെ, അതുപോലെ തന്നെ MCC സഹോദരങ്ങളെ പോലെ, KM മൗലവിയെ പോലെ, അതുപോലെ ഈ സമൂഹത്തിന്റെ ചാലകങ്ങളായി, ഈ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ സ്രോതസ്സുകളായി വർദ്ധിച്ച ആ നേതാക്കൾ ചിന്തിക്കുകയാണ്, മുസ്ലിം ഉമ്മത്ത് സാമ്പത്തികമായി പിന്നിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് ഓരോ മഹലിലും ആ മഹലിൽ യോജിച്ച കുടിൽ വ്യവസായങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരണം, വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരണം, സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരണം. അത് ആ സമൂഹത്തിൽ സാധ്യമാകുന്നതോടൊപ്പം തന്നെ വിശ്വാസ രംഗത്തുള്ള എല്ലാ അഴുക്കുകളെയും തുടച്ചു നീക്കിക്കൊണ്ട് വിശ്വാസപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരണം. നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും വിശാലമായ ഉയർന്ന ലോകത്തിന് മാതൃകയായ ഒരു നേതൃത്വത്തിന്റെ, ഒരു ചിന്തയുടെ ആ പിൻഗാമികളായി കടന്നു വന്ന ഒരു ജനതയാണ് എൻ്റെ മുന്നിലുള്ളവരും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവരും എന്നത് മാന്യ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും കുടുസാകേണ്ടവരല്ല, നമ്മൾ ഒരിക്കലും ഇരുട്ടിൽ കയറേണ്ടവരല്ല, നമ്മൾ ഒരിക്കലും അതേ വനാന്തരങ്ങളിൽ കടന്നു കയറിയിട്ട് പർണശാലകൾ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. നേരെ മറിച്ച് സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി വർത്തിക്കേണ്ടവരാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരു സമുദായ പ്രസ്ഥാനമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു മുജാഹിദ് സമുദായമല്ല. മുജാഹിദ് സമുദായം എന്ന ഒരു സമുദായത്തെ രൂപീകരിക്കുവാനോ ഉണ്ടാക്കി തീർക്കുവാനോ നമ്മുടെ നേതാക്കൾ ആഗ്രഹിച്ചിട്ടില്ല. അതിനു വേണ്ടിയല്ല ഈ സംഘം. നേരെ മറിച്ച് നമ്മുടെ മഹലിൽ താമസിക്കുന്നവൻ ആരായിരുന്നാലും, അത് ആരായിരുന്നാലും, നമ്മുടെ അയൽവാസി ആരായിരുന്നാലും, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവൻ ആരായിരുന്നാലും, അവന്റെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, അവന്റെ ചിന്തകൾ നോക്കാതെ അവനെ സഹായിക്കാൻ, അവന്റെ മാറ്റത്തിന് വേണ്ടി വർത്തിക്കാൻ, അവന്റെ പുരോഗതി ആഗ്രഹിക്കാൻ, അവന് നന്മയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ ജിഹാദികളാണ് ഞാനും നിങ്ങളുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ജിഹാദ് സമൂഹത്തിൽ നമ്മൾ നടത്തിയ ജിഹാദ് അതാണ്. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ജിഹാദ് വാളുകൊണ്ടായിരുന്നില്ല, തോക്കുകൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ബോധവൽക്കരണങ്ങളിലൂടെ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെ ആ ഓരോ സമൂഹത്തിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരുടെ മാറ്റത്തിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നടന്നവരാണ് മുജാഹിദുകൾ എന്ന തിരിച്ചറിവ് മാന്യ സഹോദര നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നേതാക്കൾ നമുക്ക് പകർന്നു നിന്ന മാതൃക ഏതാണ്? അതുകൊണ്ട് ഈ ഏകതാ സമ്മേളനത്തിൽ നാം ഓരോരുത്തരും ഒത്തൊരുമിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരിക്കലും മതിലുകളില്ല, നമുക്ക് മുന്നിൽ പ്രതിബന്ധങ്ങളില്ല, നമുക്ക് മുന്നിൽ ചെങ്കടലുകളില്ല, നമുക്ക് മുന്നിൽ വളരെ വിശാലമായൊരു ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹ സമ്പൂർണമായ സ്വർഗമാകുന്ന ആകാശഭൂമികളെക്കാൾ വിശാല വിസ്തൃതമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട്
ജീവിതത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഓരങ്ങളിൽ, നമ്മുടെ തെരുവുകളിൽ നാം കണ്ടുമുട്ടുന്ന പതിനായിരങ്ങളെ കൈപിടിച്ചുകൊണ്ട് ആ വഴിക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട്. അവരുടെ ഉയർച്ച, അവരുടെ വളർച്ച, അവരുടെ പുരോഗതി നാം ആഗ്രഹിക്കേണ്ടതുണ്ട്. വിശാലമായ മനസ്സിന്റെ ഉടമകളായി, ആദർശത്തിൽ കണിശതയുള്ളവരായി, അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകത്തിന്റെ മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പകർന്നു നൽകിയ സുന്നത്തിന്റെ മാധുര്യം മറ്റുള്ളവർക്ക് നുകർന്നു കൊടുത്തുകൊണ്ട് ആ ഖുർആനിന്റെ സുന്നത്തിന്റെ കീഴിൽ അള്ളാഹുവിന്റെ ദീനിന്റെ തണലിൽ ഒത്തൊരുമയോടെ അതേ ഒരു സമൂഹമായി വർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഒത്തൊരുമയോടെ മുജാഹിദുകളെ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളല്ലാതെ ഈ രംഗത്ത് ജനങ്ങളെ വഴി നടത്താൻ ഒരാളുമില്ല, ഒരാളും നമുക്ക് മുന്നിലേക്ക് വരികയുമില്ല. ഇത് നിർവഹിക്കുവാൻ കഴിയുന്ന ഏകശക്തി മഹത്തായ പാരമ്പര്യമുള്ള മുസ്ലിം ഐക്യസംഘത്തിന്റെ നേതൃത്വം, ആ നേതൃത്വം ഉൾക്കൊണ്ട മഹത്തായ ആ ദൈക്ഷണികമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാതൃക പിൻപറ്റിയ ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണേ എന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.